ഇന്ന് വഴിയിൽ വെച്ച് ബൈക്കിന്റെ പെട്രോൾ തീർന്നുപോയി. അടുത്തുള്ള പമ്പ് വരെ ലിഫ്റ്റ് കിട്ടുമോ നോക്കി നിന്നപ്പോൾ ആദ്യം പോയി ഒന്ന് രണ്ട് പേര് മൈൻഡ് ചെയ്യാണ്ട് പോയി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ചേട്ടൻ വരുന്നത്. കൈ നീട്ടിയപ്പോൾ തന്നെ ദേ ഇവിടം വരെ ഉള്ളൂ എന്ന കോമൺ ഡയലോഗ് പറഞ്ഞു. ഉള്ളോടം വരെ മതിയെന്നും പറഞ്ഞ് ഞാൻ ചാടിക്കേറി. ഞങ്ങൾ യാത്ര തുടങ്ങി. പുള്ളിക്ക് എന്തോ വലിയ തിരക്കുണ്ടായിരുന്നു. വായുഗുളിക വാങ്ങാനാണോ അതോ ഇനി 2 ചക്രമുള്ള ആംബുലൻസ് ആണോ അതോ എന്നോട് മുൻവൈരാഗ്യമുള്ള ആരെങ്കിലും ആണോ അറിയില്ല. ഹെൽമെറ്റ് വെച്ചേക്കണോണ്ട് ആളെ മനസ്സിലായില്ല. എന്തായാലും 100-120 തന്നെയായിരുന്നു ഞങ്ങളുടെ സ്പീഡ്. ചില സമയത്ത് ഞാനത് വീഡിയോ ഗെയിമിലെ റേസിംഗ് ബൈക്കിലാണോ ഇരിക്കുന്നതെന്ന് വരെ എനിക്ക് തോന്നി. എനിക്കാണെങ്കിൽ ഹെൽമെറ്റും ഇല്ല. കാലനെ അടുത്ത് കണ്ട യാത്ര. വഴിയിലാണെങ്കിൽ പെട്രോൾ പമ്പ് ഒന്നും കാണുന്നില്ല. ഹെൽമെറ്റ് വെക്കാതെ ആക്സിഡന്റ് പറ്റിയ ഇൻഷുറൻസ് കിട്ടും എന്നതായിരുന്നു പിന്നെ കുറച്ച് നേരം എന്റെ ടെൻഷൻ. അതിന്റെ ഇടയിൽ ആൾ എന്തൊക്കെയോ കാര്യമായി പറയുന്നുണ്ട്. ശബ്ദമില്ലാത്ത ആക്ഷൻ സോങ് പോലെയായിരുന്നു എനിക്കത്. ഒന്നും കേൾക്കുന്നില്ലെങ്കിലും എല്ലാം മനസ്സിലായതുപോലെ തലകുലുക്കി അതെ അതെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ച് നാളും കൂടെ ജീവിക്കാനുള്ള ആഗ്രഹമുണ്ട്. ഞാൻ അയാളോട് ഇവിടെ നിർത്തിക്കോ ബ്രോ, ഞാൻ നടന്നു പൊക്കോളാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ആൾ ഇനി എന്നെ പെട്രോൾ പമ്പിൽ വിട്ടിട്ടാണ് അടങ്ങുള്ളൂ. കണ്ണീന്ന് പൊന്നീച്ചയും ലിറ്റർ കണക്കിന് കണ്ണീരും പോകണ്ട്. ഇവൻ എന്തോ റേസിംഗ് ഗെയിം കളിച്ച് പ്രാന്തായതാണ്. സേഫ്റ്റിക്ക് വീഴാതിരിക്കാൻ അവനെ കെട്ടിപ്പിടിച്ചിരുന്ന തെറ്റിദ്ധരിച്ചാലോ എന്നോർത്ത് ബൈക്കിന്റെ ലൈറ്റിൽ മുറുകെ പിടിച്ച് സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് ഞാൻ കണ്ണടച്ചിരുന്നു. ഇത് കർമ്മഫലാണ്. ഞാനും ഇത്രയും ഇല്ലെങ്കിലും ചെറിയൊരു സ്പീഡ് പ്രേമി ആയിരുന്നു. ചേച്ചിയും അമ്മയ്ക്ക് എന്റെ കൂടെ ബൈക്കിൽ പോകുമ്പോൾ സ്പീഡ് കുറയ്ക്കാൻ പറയുന്നതിന്റെ കാര്യം മനസ്സിലായി. ഓടിക്കുന്നവരെ പോലെ അല്ല പുറകിലിരിക്കുന്നവർക്ക്. ഓടിക്കുന്നവന് വണ്ടിയിൽ നല്ല കൺട്രോൾ ഉണ്ടാവും, സേഫ് ആണെന്ന് കോൺഫിഡൻസ് ഉണ്ടാകും. പക്ഷേ അത് പുറകിലിരിക്കുന്നവർക്ക് BP കൂട്ടാൻ സാധ്യതയുണ്ട്. ഇന്ന് ഞാൻ 2 തീരുമാനം എടുത്തു. 1, കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ 2 വീലർ 60-ന് മുകളിൽ സ്പീഡിൽ ഓടിക്കില്ല. 2, യൂണിവേഴ്സ് തരുന്ന സയൻസ് ശ്രദ്ധിക്കണം. ലിഫ്റ്റ് ചോദിച്ച സമയത്ത് ഇവിടം വരെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓക്കെ ചേട്ടാ എങ്കിൽ വേണ്ട എന്ന് പറയണമായിരുന്നു. എന്തായാലും മുൻജന്മ സുഹൃതം കാരണം ഫൈനലി ഞങ്ങൾ ഒരു പെട്രോൾ പമ്പിലെത്തി. യെസ്, ജീവനുണ്ട്, ചത്തിട്ടില്ല, താങ്ക് ഗോഡ്.